ആതിരപ്പള്ളിയിലെ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയെ മയക്കുവെടി വെച്ചു. ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ദൗത്യം നിർവഹിച്ചത്. നമ്മുടെ കുമാർ എന്നുള്ള പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നു, അവിടെ ആരുമില്ലേ എന്നുള്ളത്. അവിടെ ആനന്ദ് പുതൂരുണ്ട് കൃത്യമായ വിവരങ്ങൾ നൽകാൻ. രാവിലെ ആ വാർത്തയിൽ ആനന്ദ് പറഞ്ഞതാണ്, ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. അത് വെള്ളം കുടിക്കാൻ വേണ്ടി കാട്ടിൽ നിന്നും അത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആനയെ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട്. താമസിയാതെ ആനയെ മയക്കുവെടി വെക്കും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. മസ്തകത്തിൽ പരിക്കേറ്റ ആനയാണ്. അപ്പോൾ മയക്കുവെടി വെക്കുന്നതും വളരെ ശ്രമകരമായ ദൗത്യമാണ്. വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ, ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മയക്കുവെടി വെച്ചിട്ടുള്ളത്. ആനന്ദ്, ഈ ആനയ്ക്ക് മയക്കുവെടി വെച്ചിരിക്കുന്നു. ഈ ആനയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇത് ഇപ്പോൾ എവിടെയാണ് ഈ ആന സ്ഥിതി ചെയ്യുന്നത്? കൂടുതൽ വിവരങ്ങൾ ആനന്ദ്. വിനോദ, ആനയെ ഏതാണ്ട് 10 മിനിറ്റിന് മുമ്പാണ് ഇപ്പോൾ ദൗത്യസംഘം മയക്കുവെടി വെച്ചിട്ടുള്ളത്. അതിന് മുൻപ് വളരെ ഭീകരമായിട്ടുള്ള ചില സംഭവങ്ങൾ അരങ്ങേറുന്നു. ദൗത്യസംഘത്തിന് നേരെ ആന പാഞ്ഞെടുക്കുന്നു. അതോടുകൂടി തന്നെയാണ് ഈ ദൗത്യസംഘം വളരെ കരുതലോടുകൂടി ആനയെ മയക്കുവെടി വെച്ചിട്ടുള്ളത്. എന്നാലും അരമണിക്കൂറോട് കൂടി തന്നെ ഈ ആന മയങ്ങും എന്നുള്ള ഒരു കണക്കൂട്ടലാണ് അരുൺ സക്കറിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം. ഈ മുനിത്തടത്തിന് സമീപം തോട്ടത്തിലാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള തിരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെ ആന കാടിറങ്ങി വരികയായിരുന്നു. പുഴക്കരയിൽ വെച്ചുകൊണ്ട് തന്നെ ആനയെ ഈ സംഘത്തിന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. തുടർന്ന് ഈ ആനയെ വളയുന്നതോട് കൂടി തന്നെ ആന പരിഭ്രാന്തരാവുകയും ഈ ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ അപകടം പിടിച്ച ഒരു സമയമായിരുന്നു. പക്ഷേ വളരെ യുക്തിപൂർവ്വമായി തന്നെ ദൗത്യസംഘം ആനയെ ഒരു ഭാഗത്തേക്ക് ഓടിച്ചു കയറ്റിക്കൊണ്ട് മയക്കുവെടി വെക്കുകയായിരുന്നു. എന്തായാലും ഈ 8 മണിക്കൂറിനകം തന്നെ ആന മയങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ആനയ്ക്ക് വേണ്ട ചികിത്സ ആരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങും. എന്തായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ദൗത്യസംഘത്തിന്റെ നേതൃത്വവും അരുൺ സക്കറി അടങ്ങുന്ന വലിയൊരു വിഭാഗം, ഏതാണ്ട് 40-ലധികം വരുന്ന ആളുകളുടെ ഒരു സംഘം തന്നെ ഇവിടെ ഉണ്ട്, ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ജനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പ്രേക്ഷകർ ഒരു വഴിക്ക് കണ്ടുകൊടുക്കുന്ന ദൗത്യസംഘത്തിന് നേരെ ആന പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ 3 ആഴ്ചയായി മസ്തകത്തിന് മുറിവേറ്റ സ്ഥലത്തിൽ ആന അതിരപ്പള്ളി മേഖലയിൽ ജനവാസ മേഖലയിലേക്ക് അടക്കം ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മുറിവിൽ നിന്ന് ചോരയും പഴുപ്പും ഒലിക്കുന്ന അതിദാരുണമായിട്ടുള്ള ഒരു കാഴ്ച. മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. ജൻ ടി വി അടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നു. വനംവകുപ്പ് ആദ്യഘട്ടത്തിൽ നിസ്സംഗമായിട്ടുള്ള ഒരു മനോഭാവം സ്വീകരിക്കുന്നു. തുടർന്ന് സമ്മർദ്ദത്തെ തുടർന്ന് തന്നെ ആനയെ ചികിത്സിക്കാനുള്ള തീരുമാനം ഉണ്ടാവുന്നു. അരുൺ സക്കറി അടക്കമുള്ള സംഘത്തെ 2 ദിവസം മുമ്പ് ഇവിടേക്ക് നിയോഗിക്കുന്നു. 2 ദിവസത്തേക്ക് ആദ്യഘട്ടത്തിൽ ഈ ആനയെ കണ്ടെത്താൻ സാധിച്ചിരുന്നെങ്കിലും പിന്നീട് പടക്കം പൊട്ടിച്ചോടുകൂടി തന്നെ ആന ഉൾക്കാട്ടിലേക്ക് വലിയുന്നു. പിന്നീട് കഴിഞ്ഞ 40 മണിക്കൂറോളം തുടർച്ചയായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അരുൺ സക്കറി നേതൃത്വത്തിലുള്ള സംഘവും ആനയെ തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ശേഷം ഇന്ന് രാവിലെ ആന പുഴയിലേക്ക് ഇറങ്ങി വരുന്നു. വെള്ളം കുടിക്കുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കണം. കാരണം ഈ ഉൾക്കാട്ടിൽ പൊതുവെ വെള്ളത്തിന്റെ ദൗർലഭ്യം ഉണ്ടെന്നാണ് ഇവിടെ നാട്ടുകാർ പറഞ്ഞിരുന്നത്. എന്തായാലും ആന രാവിലെ എത്തുന്നു, ആനയെ വളയുന്നു. ആന പക്ഷേ ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞടക്കുന്നു. ആനയെ വളരെ ബുദ്ധിപൂർവ്വം ഒരു ഭാഗത്തേക്ക് മാറ്റുന്നു. തുടർന്ന് മയക്കുവെടി വെക്കുന്നു. ഇപ്പോൾ അതാണ് നിലവിലെ സ്ഥിതി. എന്തായാലും ഈ അരമണിക്കൂറിനകം തന്നെ ആന മയങ്ങി നിൽക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും തീർച്ചയായിട്ടും അതിനുശേഷമാണ് നമുക്ക് ചികിത്സ ആരംഭിക്കാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് മസ്തകത്തിനാണ് മുറിവുള്ളത്. അത് എങ്ങനെയാണ് മുറിവുണ്ടാകുന്നുള്ള കാര്യം രണ്ടാമത് തീർച്ചയായിട്ടും ആനന്ദ് തുടരുക. മുൻ DFO ഡോക്ടർ ഇന്ദുചൂടൻ കൂടി ചേരുന്നു. സ്വാഗതം ഡോക്ടർ ഇന്ദുചൂടൻ. ഇപ്പോൾ അവിടെ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ആതിരപ്പള്ളിയിൽ മയക്കുവെടി വെക്കാൻ സാധിച്ചിരിക്കുന്നു. ഇനിയും ഇതിൻ്റെ ഒരു തുടർ ചികിത്സാ രീതി എങ്ങനെയായിരിക്കും? ആനയെ ആ സ്ഥലത്ത് തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയിലേക്കായിരിക്കുമോ കടക്കുക? പ്രത്യേകിച്ചും മസ്തകത്തിൽ പരിക്കേറ്റ ആനയാണ്. സ്വാഭാവികമായും മയക്കുവെടി വെക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. നിലവിൽ അതിന് പരിക്കുണ്ട്. ആ പരിക്കുള്ള ആനയ്ക്ക് തന്നെ മയക്കുവെടി വെക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ജീവൻ തന്നെ അപകടത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അതൊക്കെ കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ മരുന്നിൻ്റെ അളവെല്ലാം കൃത്യമായി പരിശോധിച്ച് തന്നെ ആയിരിക്കാം അങ്ങനെ ഒരു ദൗത്യത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു തുടർ ചികിത്സാ രീതി ഏത് നിലയിലായിരിക്കുമെന്ന് പറയാൻ കഴിയുമോ ഡോക്ടർ ഇന്ദുചൂടൻ? ഏതായാലും ആനയെ കണ്ടുപിടിച്ച് മയക്കുവെടി വെക്കാൻ സാധിച്ച വളരെ ഭാഗ്യമാണ്. നമുക്കിതിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം എന്നുള്ളതാണ്. ഈ മസ്തകത്തിലേറ്റിട്ടുള്ള മുറിവ് മാരകമായി പഴുത്ത് അതിന് മരണകാരണം വരെ ആകാവുന്നതാണ്. അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതും വനം വകുപ്പ് കാട്ടിൽ വെച്ച് തന്നെ മയക്കുവെടി വെച്ച സ്ഥലത്ത് വെച്ച് ചികിത്സിക്കുക എന്നുള്ളത് വളരെ നല്ലതാണ്. കാരണം ഇതിനെ രണ്ടാമത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ് ഒക്കെ ഉണ്ടായിരിക്കും, ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും കേടും ഉണ്ടായിരിക്കും, നമുക്ക് ചെലവും കൂടും. ഇത് ഇവിടെ തന്നെ നിർത്തി ചെയ്യുക. പക്ഷെ ഇത് ഏറ്റവും മിനിമമാണ്. ഏറ്റവും സുരക്ഷിതമാണ് എന്ന് പറയാൻ സാധിക്കില്ല മയക്കുവെടി വെക്കുന്നത്, പ്രത്യേകിച്ച് അസുഖമായിട്ടുള്ളപ്പോൾ.
നമ്മൾ ക്യാൻസർ പേഷ്യൻസിന് കീമോതെറാപ്പിയൊക്കെ ചെയ്യുന്ന പോലെയാണ്. കീമോതെറാപ്പി ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ശരീരം വികൃതമാവും, മറ്റു അസുഖങ്ങൾ വരും. അതേപോലെ ഓടി നടക്കുന്ന ശക്തനായിട്ടുള്ള കരയിൽ ഏറ്റവും വലിയ ജീവിയായിട്ടുള്ള ഈ ആനയെ നമുക്ക് ചികിത്സിക്കണമെങ്കിൽ മയക്കുവെടി വച്ചേ തീരൂ. അതൊരു റിസ്ക് ആണ്. ഓപ്പറേഷൻ സമയത്ത് മനുഷ്യനെ മയക്കി കിടത്താറുണ്ട്. മയക്ക് അത്തരത്തിലുള്ള അനസ്തേഷ്യ കൊടുക്കുന്നതും മാരകമായിട്ടുള്ള ദോഷം തന്നെയാണ്. അതേപോലെ ആനയ്ക്കും. അപ്പൊ ഡോക്ടർമാർ ചെയ്യാവുന്നതിന്റെ പരമാവധിയാണ് എത്രയും വേഗം അതിന്റെ മുറിവിന്റെ കാരണം കണ്ടുപിടിച്ച് പഴുപ്പിന്റെ ആഴമൊക്കെ എവിടെയുണ്ട്, എവിടെയൊക്കെ വ്യാപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ചികിത്സിച്ച് അത് രക്ഷപ്പെടുത്തേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതെ, ആനയ്ക്ക് ചികിത്സ അപ്പോൾ ആ സ്ഥലത്ത് തന്നെ ഇപ്പോൾ മയക്കുവെടി വെച്ച് ആനയെ നിയന്ത്രണത്തിലാക്കി. എങ്കിലും തുടർ ചികിത്സ കുറേ ദിവസത്തേക്ക് വേണ്ടി വരുമല്ലോ. അപ്പോൾ അത്രയും ദിവസത്തേക്ക് ഈ ആനയെ അവിടെ എങ്ങനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയും? ഈ മയക്കുവെടിക്ക് ഒരു കാലാവധി ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ചികിത്സ ഘട്ടം വരെ ഈ ആനയെ ആ വരുതിയിലാക്കാൻ മറ്റു മാർഗങ്ങൾ എന്തായിരിക്കും പൊതുവെ സ്വീകരിക്കുക ഡോക്ടർ ഇന്ദുചൂടൻ? അല്ല, അത് ആന രക്ഷപ്പെടാത്ത രീതിയിൽ ചെങ്ങലയിടുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ചുറ്റുപാടും മരങ്ങളുണ്ട്, അത് ബന്ധിപ്പിക്കുക. ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെ രണ്ടാമത് ബോധം വന്നാലും അത് കുതിറി ഓടി പോകാതിരിക്കാൻ പാകത്തിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാം. അത് ഒരിക്കൽ മയക്ക് വേണ്ടി വെച്ച് നമ്മുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. അതിപ്പോ അവിടുത്തെ അന്തരീക്ഷം നോക്കിയേ പറയാൻ സാധിക്കുള്ളൂ. ഏതായാലും അത് തിരിച്ചിവിടെ കൊണ്ടുവന്നാലും കൂട്ടിലാക്കേണ്ടി വരും. അപ്പൊ ഇവിടെ തന്നെ മരങ്ങൾ ഉപയോഗിച്ചിട്ട് വലിയ കൂട് ഉണ്ടാക്കുകയോ ചെങ്ങലയിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നത് മുറിവിന്റെ അവസ്ഥ അനുസരിച്ചിരിക്കും. ഒരു ദിവസമൊക്കെ മതിയെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. വലിയ മാരകമല്ലാത്ത മുറിവാണെങ്കിൽ വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാം. മരുന്ന് വെച്ച ശേഷം തിരിച്ച് റിലീസ് ചെയ്ത് വിടാം. ആ മുറിവ് പരിശോധിച്ച ശേഷം പറയാൻ സാധിക്കുള്ളൂ. അതെ, കാട്ടിലുള്ള ആനയാണ്. അതിൻ്റെ മസ്തകത്തിൽ പരിക്കേറ്റ് കണ്ടതിനെ തുടർന്നാണ് ആന പ്രത്യേക നിരീക്ഷണത്തിലായത്. ആ ആനയാണ് ഇന്ന് അത് വെള്ളം കുടിക്കാൻ വന്ന വഴി അതിനെ മയക്കുവെടി വെച്ച് അതിനെ നിയന്ത്രണത്തിലാക്കിയത്. ഇനി അതിൻ്റെ ചികിത്സ ആരംഭിക്കുക എന്നുള്ളതാണ്. ഡോക്ടർ ഇന്ദുചൂടനാണ് ഇത്രയും സമയം വിവരങ്ങൾ നൽകിയത്. ആനന്ദ് പുതൂർ ചേരുന്നു. ആനന്ദ്, ഇപ്പോൾ ആന നിയന്ത്രണത്തിലായിരിക്കുന്നു. മയക്കുവെടിയിൽ ആന നിയന്ത്രിക്കപ്പെടും അല്ലെങ്കിൽ മയങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തുടർ ചികിത്സാ നടപടികൾ എങ്ങനെയായിരിക്കും? വനം വകുപ്പും അതേപോലെ തന്നെ ആന വിദഗ്ധരുമൊക്കെ അത്തരം കാര്യങ്ങളിൽ ഒരു വിശദാംശം നൽകുന്നുണ്ടോ ആനന്ദ്? എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. നിലവിൽ ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു. ആന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അരമണിക്കൂറിനകം മയങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നേർക്ക് നേർ നിന്നുകൊണ്ട് തന്നെയായിരിക്കും ഒരു ചികിത്സ ഉണ്ടാവുക. ആനയെ സ്റ്റാൻഡിംഗ് പൊസിഷൻ നിർത്തിക്കൊണ്ടായിരിക്കും ഈ മസ്തകത്തിലെ മുറിവിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മരുന്നുകൾ പ്രയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് എന്തായാലും അരുൺ സെക്രട്ടറി സംഘം കടക്കുക. എന്തായാലും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ലെങ്കിലും ആ തലത്തിൽ തന്നെയായിരിക്കും ചികിത്സ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ദൗത്യം തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അത്തരത്തിൽ ഈ ദൗത്യം അതീവ ദുഷ്കരമാണ്. പ്രത്യേകിച്ച് ആന അവശ നിലയിലാണ് എന്നുള്ളത് തന്നെയായിരുന്നു. അതേ സ്ഥിതിയെ കുറച്ചുകൂടി രൂക്ഷമായിട്ടുള്ള ഒരു തലത്തിലാണ്. കാരണം ആനയുടെ ആരോഗ്യസ്ഥിതി ഓരോ ദിവസം കഴിയുന്നതോറും പരിതാപകരമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 4 ദിവസം മുമ്പ് ആനയുടെ മസ്തകത്തിലെയും മുറിവിൽ നിന്ന് രക്തവും ജലവും ഒലിച്ചിറങ്ങുന്ന ഒരു കാഴ്ച അടക്കം നമ്മൾ കണ്ടതാണ്. തുടർന്നാണ് ഇത്തരത്തിലൊരു ചികിത്സിക്കാനുള്ള തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തുന്നത്. എന്തായാലും അതിനുശേഷം ഈ ആദ്യ ദിവസം തന്നെ ആനയെ കണ്ടെത്തിയിരുന്നെങ്കിലും പക്ഷേ മയക്കുവെടി വയ്ക്കാൻ സാധിച്ചിരുന്നില്ല. ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ പടക്കം പൊട്ടിച്ച് ആനയെ പ്ലാന്റേഷനിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമമാണ് നടന്നതെങ്കിലും ആന ഉൾക്കാട്ടിലേക്ക് വലിയുകയായിരുന്നു. പിന്നീട് വീണ്ടും അത്തരത്തിൽ 2 ദിവസം ആന ഉൾക്കാട്ടിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴെല്ലാം ഈ ആനയുടെ മുറിവ് പ്രത്യേകിച്ച് ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ അതീവ ആശങ്ക തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ആന പുഴയിറങ്ങി വരുന്നു, ആനയെ വളയുന്നു, ആനയെ മയക്കുവെടി വെക്കുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ ആന ഇത്തരത്തിൽ ഈ ആരോഗ്യ പ്രവർത്തകർ ഈ ദൗത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്നു. പക്ഷെ വളരെ ബുദ്ധിപൂർവ്വം വളരെ കരുതലോട് കൂടി തന്നെ ആനയെ മയക്കുവെടി വെക്കുന്നു. ഇനി ആന മയങ്ങേണ്ടതുണ്ട്. മയങ്ങിയതിനു ശേഷം സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ ചികിത്സ ആരംഭിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. വിനോദ്, നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അടുത്ത മുഹൂർത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അനന്ത, ഇപ്പോൾ മയക്കുവെടി വെച്ച് ആനയെ നിലനിർത്തിയിട്ടുള്ള പ്രദേശം അത് ജനവാസ മേഖലയാണോ, അതിനോട് അടുത്തുള്ള പ്രദേശമാണോ? കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തി ആന പ്രകോപിതനാകാനുള്ള സാഹചര്യമുണ്ടോ? ആളുകളെ അങ്ങോട്ട് കടത്തിവിടാതെ നിയന്ത്രിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വനംവകുപ്പ് കടന്നിട്ടുണ്ടോ? ഇതൊരു ജനവാസ മേഖലയിലാണോ ആന ഇപ്പോൾ മയക്കുവെടി വെച്ച് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്? ആനന്ദ്,
വിനോദ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്, അതായത് ഈ ആനയ്ക്ക് മയക്കുവെടി വെച്ച ഈ സ്ഥലം എന്ന് പറയുന്നത് പുഴയ്ക്ക് അക്കരെയാണ്. അപ്പൊ സ്വാഭാവികമായും പുഴയ്ക്ക് ഇക്കരെ ജനവാസ മേഖലയാണ്, കടകളുണ്ട്, അതുപോലെ തന്നെ നിരവധി വീടുകളുണ്ട്. എന്നാലും അവിടേക്കുള്ള ഈ പ്രവേശനം കർശനമായിട്ട് വനംവകുപ്പ് നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ ഒന്നും, പ്രത്യേകിച്ച് നാട്ടുകാരെ അടക്കമുള്ള ആളുകളെ ഈ പരിസരത്തേക്ക് അടുപ്പിക്കുന്നില്ല. എന്തായാലും ഈ നാട്ടുകാരെ സ്വാഭാവികമായും ഈ പ്രദേശത്തേക്ക് എത്തിക്കാനുള്ള, അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒരു സാന്നിധ്യം ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ നടപടികളും വനംവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലൊരു ആശങ്കയുടെ ആവശ്യം നിലവിലില്ല. എന്തായാലും ആനയുള്ളത് പുഴയുടെ അക്കരെയാണ്. എല്ലാവരും മാധ്യമപ്രവർത്തകരടക്കം നിൽക്കുന്നത് പുഴയുടെ ഇക്കരയിലാണ് ഉള്ളത്. അനന്ത്, ആളുകൾക്ക് ടൂറിസ്റ്റ് പ്രദേശമാണ് ആതിരപ്പള്ളി എന്ന് പറയുന്നത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ നിരവധി ആളുകൾ പോകുന്നു, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ അങ്ങോട്ടേക്ക് നിരവധി ആളുകൾ എത്തുന്ന സ്ഥലം. അപ്പോൾ ഈ ടൂറിസ്റ്റ്, ഇത്തരം ആളുകൾ എത്തുന്ന ആ സ്ഥലത്തിനടുത്താണോ ഈ പ്രദേശം? പ്രേക്ഷകരുടെ ഒരു അറിവിലേക്ക്, ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരുമോ ഇപ്പോൾ ഈ ആനയെ മയക്കുവെടി വെച്ച സ്ഥലം? തീർച്ചയായിട്ടും വിനോദ്, അതായത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 8-10 കിലോമീറ്റർ ഇങ്ങു നീങ്ങിയാണ് ഉള്ളത്. അതായത് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ആ പുഴയുടെ അക്കരെ, മറുകരയിൽ, വനത്തിനോട് ചേർന്ന പുഴയുടെ മറുകരയിലാണ് ഈ സ്ഥലമുള്ളത്. നിരവധി ആളുകൾ, സ്വാഭാവികമായും അതിരപ്പള്ളിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് മേഖലയൊന്നാണ്. നിരവധി ആളുകൾ ദിവസേന മണിക്കൂറുകൾക്ക് ഇടവിട്ടുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് അടക്കം ഈ ഒരു സ്ഥലത്തേക്ക്, അതായത് ആനയെ കണ്ടു എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. എന്തായാലും ആളുകൾ വന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ പ്രദേശം എന്ന് പറയുന്നത് പൊതുവെ പുഴയുടെ അക്കരെയാണ്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പുഴയുടെ ഇക്കരയിലാണ് മാധ്യമപ്രവർത്തകരടക്കമുള്ള നമ്മളെല്ലാവരും നിൽക്കുന്ന ഈ പുഴയുടെ ഇക്കരയിലാണ്. അതുകൊണ്ട് തന്നെ ഈ പൊതുജനങ്ങൾക്ക് ഇങ്ങോട്ടുള്ള പ്രവേശനം ഇപ്പോൾ നിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും കുറച്ച് നിമിഷങ്ങൾ കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. ആന മയങ്ങേണ്ടതുണ്ട്. പിന്നീടായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. വിനോദ്, ആനന്ദ്, നമ്മൾക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ഒരേ തരത്തിലുള്ള മരങ്ങൾ അവിടെ നിൽക്കുന്നു. അതപ്പോൾ ഇത് വനം വകുപ്പിൻ്റെ പ്രദേശം ഉൾപ്പെട്ട വനം പ്രദേശം തന്നെയാണോ അതോ റബ്ബർ മരങ്ങളാണോ? ഇപ്പോൾ ഒരേ തരത്തിലുള്ള മരങ്ങളാണ് നമുക്കിപ്പോൾ ആന നിൽക്കുന്ന പ്രദേശത്ത് കാണുന്നത്, അങ്ങനെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ അത് വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശം, അല്ലെങ്കിൽ വനപ്രദേശത്ത് തന്നെയാണോ ആനയ്ക്ക് മയക്കുവെടി ഏറ്റിട്ടുള്ളത്? ആനന്ദ്, തീർച്ചയായിട്ടും. അതായത് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനാണ് അത് ഈ എണ്ണമരങ്ങളും എണ്ണപ്പനകളും എല്ലാം അടങ്ങുന്ന ഒരു സ്ഥലം. അതിനിപ്പുറത്ത് പുഴ, ആ പുഴയുടെ അപ്പുറത്താണ് ഈ സ്ഥലം കാണുന്നത്. വനംവകുപ്പിന്റെ സ്ഥലം തന്നെയാണ്, സർക്കാരിന്റെ സ്ഥലമാണ്, നിയന്ത്രിത മേഖലയാണ്. ആ മേഖലയിൽ തന്നെയാണ് ആന ഇപ്പോഴും തുടരുന്നത്. എന്തായാലും വളരെ 2 ദിവസം നീണ്ടു നിന്ന ആ ഒരു മിഷനെ, ആ ഒരു ദൗത്യത്തിന് എന്തായാലും ഒരു പുരോഗതി ഉണ്ടായിരിക്കുന്നു. ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആനയ്ക്ക് ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് അരുൺ സക്കറിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘവും വിഭാഗങ്ങളും. എന്തായാലും അല്പസമയത്തിന് തന്നെ ഈ ആന മയങ്ങി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റാൻഡിംഗ് പൊസിഷനിൽ ചികിത്സ ആരംഭിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും എണ്ണപ്പനകളുള്ള വനം വകുപ്പിൻ്റെ പ്ലാന്റേഷൻ ഏരിയയിൽ തന്നെയാണ് ആന ഇപ്പോൾ മയക്കുവെടി വെച്ച് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് അത് വളരെ എവിടെ നിന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്? ആനയുടെ വലിയ ദൂരത്തല്ലാത്ത ഒരു പ്രദേശത്ത് നിന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ ലഭ്യവുമാണ്. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ അടക്കമുള്ള ആളുകൾ എവിടെ നിന്നിട്ടാണ്, സുരക്ഷിതമായി എവിടെ നിന്നിട്ടാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിയുന്നത്? അതുകൂടി ഒന്ന് പറയാമോ ആനന്ദ്? വിനോദ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ പുഴയുടെ ഇക്കരെയാണ് നമ്മളുള്ളത്. ഈ പുഴ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 250 മീറ്ററോളം വീതി മാത്രമാണുള്ളത്. വെള്ളം കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം റിസ്ക് ഉണ്ട്. കാരണം ഈ ആന മാത്രമല്ല, മറ്റ് 2 ആനകളും ഈ ഒരു പരിസരത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി നിലനിർത്തണം എന്നാണ് പൊതുവെ വനംവകുപ്പ് നമ്മളോട് പറയുന്നത്. എന്തായാലും ഈ നമ്മളിപ്പോൾ കാണുന്നത് ഏറ്റവും ക്ലോസ് വിഷ്വൽസ് ആണ്. വളരെ അടുത്തു നിന്നുള്ള ആനയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആന മാത്രമല്ല, 3-4 ആനകൾ ഈ ആനയുടെ പരിസരത്തുണ്ട്. രാവിലെ ഈ ആന ഇവിടേക്ക് എത്തിയതും ഇത്തരത്തിൽ ഈ ആനകളുടെ കൂട്ടത്തിൽ തന്നെയാണ്. തുടർന്ന് ഈ ആനയെ ഒറ്റയ്ക്ക് കൂട്ടം തെറ്റിച്ചാതെ ഈ മയക്കുവെടി വയ്ക്കാൻ സാധിക്കില്ല എന്ന് വനംവകുപ്പ് പറഞ്ഞിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ ഈ ഒരു ആനയെ മാറ്റുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായത്. എന്തായാലും ആനയ്ക്ക് മയക്കുവെടി ഏറ്റിരിക്കുന്നു. നമ്മൾ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്താണ് ഈ ആന സ്ഥിതി ചെയ്യുന്നത്. അതെ, വളരെ ദൂരെ നിന്ന് സുരക്ഷിതമായ ദൃശ്യങ്ങളാണ് നമ്മൾ നൽകുന്നത്. ഈ ആനയ്ക്ക് സമീപം മറ്റ് ആനകളും വന്നിട്ടുണ്ട്, അതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ കൂട്ടത്തിൽ നിന്നും ആനയെ മാറ്റി വളരെ ശ്രമകരമായ ദൗത്യത്തിലൂടെ അതിനെ മയക്കുവെടി വെച്ച് ചികിത്സിക്കാനുള്ള നടപടികളിലേക്ക് അരമണിക്കൂറിന് ശേഷം ഉള്ളിലായിരിക്കും ഇനി അത് മയങ്ങുക. അതെ, മയങ്ങുക.